വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 28 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. യേശു കരയുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തന്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിനാൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുന്ന യേശു. തന്റെ സ്നേഹിതനായ ലാസർ രോഗം മൂലം മരണപ്പെട്ടിരിക്കുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശു ബഥനിയയിലെ ആ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. യേശു തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് അറിഞ്ഞ മാത്രയിൽ 2 സഹോദരിമാരിൽ ഒരുവളായ മർത്ത യേശുവിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഓടിച്ചൊല്ലുന്നു. യേശുവായിട്ടുള്ള അഭിവാദനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം യേശു അവിടേക്ക് വരുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയാതെ വിലപിച്ചിരുന്ന മറിയത്തെ അറിയിക്കുന്നതിനു വേണ്ടി മർത്ത തിരിച്ചു വന്ന് യേശു വന്നിരിക്കുന്നു എന്നുള്ള കാര്യം മറിയത്തിനോടായിട്ട് പറയുന്നു. സഹോദരന്റെ വിരഹത്തിൽ അതീവ ദുഃഖിതരായി കഴിഞ്ഞിരുന്ന മറിയം യേശു വന്നിരിക്കുന്നു എന്ന് കേട്ട മാത്രയിൽ തന്നെ യേശുവിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി ചൊല്ലുന്നു. മറിയത്തിന്റെ കൂടെ ഒരുപാട് അയൽവാസികളും ഉണ്ട് എന്ന് സുവിശേഷകൻ പ്രത്യേകം പറഞ്ഞു തരുന്നു. യേശുവിനെ കണ്ട മാത്രയിൽ മറിയം കാൽക്കൽ വീണ് പ്രണമിക്കുകയാണ്. ആത്മാർത്ഥതയോടുകൂടി ആ സഹോദരി പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ദുഃഖവും വിലാപങ്ങളും കണ്ട് യേശുവിനും യഥാർത്ഥത്തിൽ ദുഃഖം വന്നു. യേശു നെടുവേർപ്പെടുകയും അക്ഷരാർത്ഥത്തിൽ തന്നെ കരയാനും ഇടവന്നുവെന്ന് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരുന്നു. ഈ അവസരത്തിൽ അവിടെ കൂടിയിരുന്ന ആളുകളിൽ സമ്മിശ്രമായ വികാരങ്ങളാണ് ഉടലെടുക്കുന്നത്. ചിലർ പറഞ്ഞു, നോക്കുക, യേശു എത്രമാത്രം ലാസറിനെയും ഈ കുടുംബത്തെയും സ്നേഹിക്കുന്നുവെന്ന്. മറ്റു ചിലർ പറഞ്ഞത്, ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കാഴ്ച കൊടുക്കാനിടവന്ന ഇയാൾക്ക് അത്രയും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഈ മരിച്ചുപോയ ലാസർ മരിക്കാതെ സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലേ എന്ന രീതിയിലാണ് സമൂഹത്തിലെ മറ്റു ചിലർ ഈ രംഗത്തിലെ പ്രതികരിക്കുന്നതായിട്ട് കാണുന്നത്. ഏതവസരത്തിലും വ്യത്യാസപ്പെട്ട പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകാം എന്നൊരു സൂചനയും ഈ സുവിശേഷം നമുക്കായിട്ട് നൽകുന്നുണ്ട്.